Hi students, നമ്മൾ ഇന്ന് 10ാം ക്ലാസ് CBSE-ലെ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലെ തുടർച്ച കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ മുൻ വീഡിയോകളിലെല്ലാം മുൻ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മുൻ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ റെസിസ്റ്ററുകൾ, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ, റെസിസ്റ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മുൻപത്തെ വീഡിയോകളിലും ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിരുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെസിസ്റ്റൻസുകളുടെ കോമ്പിനേഷൻ, റെസിസ്റ്ററുകളുടെ കോമ്പിനേഷൻ, ദ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. റെസിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ്, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിനാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന് വിളിക്കുക. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, കോമ്പിനേഷൻ. രണ്ട് തരത്തിലുള്ള കോമ്പിനേഷനുകളാണ് റെസിസ്റ്റൻസുകൾക്കുള്ളത് അല്ലെങ്കിൽ റെസിസ്റ്ററുകൾക്കുള്ളത്. There are two types of combination of resistors. One is series and another is parallel combination. പിന്നെ ഒരു മിക്സഡ് കോമ്പിനേഷൻ ഉണ്ട്. അത് രണ്ടും കൂടി ചേർത്തുള്ള നമുക്കധികം പഠിക്കാറില്ല. ചില പ്രോബ്ലംസിലൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു പോകും. അപ്പോൾ there are two methods of combine the two അല്ലെങ്കിൽ two or more resistors. They are series combination and parallel combination. Series combination and parallel combination. നമുക്കതിൽ ആദ്യം സീരീസ് കോമ്പിനേഷനെ കുറിച്ച് പഠിക്കാം. സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോ കോമ്പിനേഷൻസ് പഠിക്കുമ്പോൾ ഓരോ കോമ്പിനേഷനുകളും തമ്മിലുള്ള ഡിഫറൻസുകളായിട്ട് ഒരു 4 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ കോമ്പിനേഷനുകളെ കുറിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത് മനസ്സിൽ നിന്ന് വിട്ടുപോകില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം റെസിസ്റ്റൻസുകളുടെ സീരീസ് കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. റെസിസ്റ്ററുകളുടെ സീരീസ് കോമ്പിനേഷൻ, റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ആർ കൺസിഡറിങ് 3 resistors of 4 resistances, R1, R2 and R3. Let us consider 3 resistors of resistances, R1, R2 and R3. അപ്പോൾ അത് നമ്മൾ സീരീസ് കണക്ഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകും. സീരീസ് കോമ്പിനേഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകും. സീരീസിനായിട്ട് കമ്പൈൻ ചെയ്യാൻ പോകും. അപ്പോൾ അതെങ്ങനെ കമ്പൈൻ ചെയ്യും? ആദ്യം R1 എന്നുള്ള റെസിസ്റ്റർ എടുക്കും. R1ന് 2 അറ്റം ഉണ്ട്. അതിലൊരറ്റം R2ൻ്റെ ഒരറ്റവുമായിട്ടാണ് കണക്ട് ചെയ്യും. R2ൻ്റെ അടുത്ത അറ്റം R3യുമായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയുള്ള കണക്ഷൻ, ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് മോഡ് ഓഫ് കണക്ഷൻ ഓഫ് അല്ലെങ്കിൽ ദാറ്റ് മോഡ് ഓഫ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, അതിനാണ് നമ്മൾ വിളിക്കുക സീരീസ് കോമ്പിനേഷൻ. എൻഡ് ടു എൻഡ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, സെവറൽ റെസിസ്റ്റേഴ്സ്, അതാണ് നമ്മളുടെ സീരീസ് കോമ്പിനേഷൻ, എൻഡ് ടു എൻഡ് കണക്ഷൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം നമ്മൾ പോയിന്റ് ആയിട്ട് പഠിച്ചു. ഹൗ ക്യാൻ വി കണക്ട് ദ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്? എങ്ങനെയാണ് എൻഡ് ടു എൻഡ് കണക്ഷൻ? ഓക്കെ, ക്ലിയർ അല്ലേ? എൻഡ് ടു എൻഡ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫിഗറാണ്, ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മൾ ഈ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 റെസിസ്റ്ററുകൾ R1, R2, R3. ഓക്കെ, R1ൻ്റെ എൻഡിൽ നിന്ന് R2ലേക്ക് കൊടുത്തു, R2ൻ്റെ എൻഡിൽ നിന്ന് R3യിലേക്ക്, R3യുടെ ആ നെക്സ്റ്റ് എൻഡ് നമ്മൾ നേരിട്ടൊരു കീയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു കീ, ഓക്കെ, ഒരു കീയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ കീയുടെ അടുത്ത എൻഡ് എടുത്തിട്ട് എവിടേക്ക് കൊടുത്തേക്കാണ്? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മൾ അമ്മീറ്റർ, കറണ്ട് മെഷർ ചെയ്യാനുള്ള, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്, അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മൾ വീണ്ടും എവിടേക്ക് എത്തിയിട്ട് നമ്മുടെ R1ൻ്റെ എൻഡിലേക്ക് വന്നിട്ട് ആ സർക്യൂട്ട് അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് വേറൊരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. R1ഉം R3യുടെയും ആ 2 എൻഡുകളുടെ ഇടയിലാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത് നമ്മുടെ വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് മെഷർ ചെയ്യാൻ മീറ്ററും പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനായിട്ട് വോൾട്ട് മീറ്ററും വെച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് വോൾട്ട് മീറ്ററും വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാണ്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയുള്ളൊരു കണക്ഷനിൽ സീരീസ് ആയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യുക. അതിൽ ചെറിയ വ്യത്യാസമുള്ള കാര്യത്താണ് മാത്രം നമ്മുടെ വോൾട്ട് മീറ്റർ നോക്കാം. വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ കോമ്പിനേഷനാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ പിന്നെ പറയാൻ പറ്റും. അപ്പോൾ R1 എടുത്ത് R2ൻ്റെ എൻഡിലേക്ക്, R2ൻ്റെ അടുത്ത എൻഡ് എടുത്തിട്ട് R3യിലേക്ക്, R3യുടെ എൻഡ് എടുത്തിട്ട് കീയിലേക്ക് കൊടുത്ത് കീയുടെ അടുത്ത എൻഡ് എടുത്തിട്ട് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, ദെൻ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എടുത്തിട്ട് അമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക്, അമീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എടുത്തിട്ട് അഗെയിൻ എവിടെ വന്നിട്ട് കണക്റ്റഡ്
എന്തായി R1-ന്റെ നമ്മൾ ഫസ്റ്റ് എൻഡിൽ ഒന്ന് കണക്റ്റഡ് ആയി. R1-ന്റെ ഫസ്റ്റ് എൻഡും R3-യുടെ ലാസ്റ്റ് എൻഡും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആരെ കണക്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. വോൾട്ട് മീറ്റർ ഹെൽപ്സ് ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സും വൈ ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. എക്സിനും വൈക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ മെഷർ ചെയ്യാനായിട്ടാണ് വോൾട്ട് മീറ്റർ വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് പഠിസം അല്ലെങ്കിൽ ഹൗ ക്യാൻ ബി കണക്ട് ദ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് ഇൻ കണക്ഷൻ. നെക്സ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഇതിലായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മളുടെ സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണ്. സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽസ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ്, പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ്, പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് അത് ഡിഫറൻ്റ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ്. പൊട്ടൻഷ്യൽസ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ്, അതായത് നമ്മളിലുള്ള റെസിസ്റ്ററുകളായിരിക്കും R1, R2 ആൻഡ് R3. ഈ മൂന്നെണ്ണത്തിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യലുകൾ ഡിഫറൻ്റ് ആയിരിക്കും, V ഡിഫറൻ്റ് ആയിരിക്കും. ബട്ട് ഇൻ സീരീസ് കോമ്പിനേഷൻ I എന്ന് പറഞ്ഞാലാണ് കറണ്ട് സെയിം. ഓക്കെ, ഇൻ സീരീസ് കോമ്പിനേഷൻ V ഡിഫറെൻറ്റ്, V അക്രോസ് ഈച്ച് റെസിസ്റ്റർ അതെന്തായിരിക്കും ഡിഫറെൻറ്റ്. ബട്ട് I കറണ്ട് എന്തായിരിക്കും സെയിം. ഓക്കെ, കറണ്ട് എന്തായിരിക്കും സെയിം, കറണ്ട് സെയിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു ത്രൂ ഔട്ടുള്ളൊരു കണക്ഷൻ കറണ്ടിന് വ്യത്യസ്തമായിട്ട് വാല്യൂസ് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രാഞ്ചസ് വരണം. ആ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് ബ്രാഞ്ചസ് വരണം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാഞ്ചസുകളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എൻഡ് ടു എൻഡ് കണക്ഷൻ എന്ന് പറയുന്നത്, എൻഡ് ടു എൻഡ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ V ഡിഫറൻറ്റ്, I സെയിം. സീരീസ് കോമ്പിനേഷൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എൻഡ് ടു എൻഡ് കണക്ഷൻ, രണ്ടാമത്തെ പോയിന്റ് V ഡിഫറൻറ്റ്, I സെയിം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അങ്ങനെ I ഡിഫറൻ്റ് ആണ്, I സെയിം ആണെങ്കിൽ R1-നും R2-നും R3-ക്കും അതിനുള്ളിലൂടെ ഒഴുകുന്ന കറണ്ടുകളെല്ലാം സെയിം ആയിരിക്കും. പക്ഷെ R1-നും R2-നും R3-ക്കും അക്രോസുള്ള പൊട്ടൻഷ്യലുകൾ മൂന്നെണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ അത് സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, V1, V2, V3. അപ്പോൾ എന്താണ് V1, V2 ആൻഡ് V3? V1, V2 and V3 are the potentials across R1, R2 and R3 respectively. V1, V2 and V3 are the potentials across the resistors R1, R2 and R3 respectively. Okay, clear again. So the total potential difference across X and Y, അല്ലെങ്കിൽ between X and Y, the total potential difference between X and Y, that is V. Total potential difference V എന്ന് വിളിച്ചിട്ടുണ്ട്, V. ഞാൻ X and Y എന്നൊന്നും സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. The total potential difference between X and Y, അതിന് നമ്മൾ V എന്ന് വിളിക്കുന്നത്. V ആ V എന്നുള്ള വാല്യൂ ബാറ്ററിയുടെ അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ബാറ്ററിക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അതേ പൊട്ടൻഷ്യലാണ്. So the total potential difference between X and Y, V equal to V1 plus V2 plus V3. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ബാറ്ററിയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ R1-നും R2-നും R3-യുടെയും ഒക്കെ വാല്യൂവിനനുസരിച്ച് അത് പാർട്ടീഷൻ ചെയ്യപ്പെടും. അപ്പോൾ നമ്മളൊരു 30 വോൾട്ട് പൊട്ടൻഷ്യലാണ് കൊടുത്തേക്കെന്ന് വിചാരിക്കും. ബാറ്ററിയിൽ നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? ഒരു 30 വോൾട്ട് ആണ്, 30 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ R1-ന്റെ R2-ന്റെ R3-യുടെയും ഒക്കെ വാല്യൂസിനനുസരിച്ച് ഞാൻ വെറുതെ ഒരു പാർട്ടീഷൻ പറയാണ്. ചിലപ്പോൾ നമ്മളുടെ R1-നും R2-നും R3-ക്ക് ഈക്വൽ ആണെങ്കിൽ R1-നെ ക്രോസ് 10 വോൾട്ട് പൊട്ടൻഷ്യൽ, R2-നെ ക്രോസ് 10 വോൾട്ട് പൊട്ടൻഷ്യൽ, R3-ക്ക് ക്രോസും എത്ര തന്നെ 10 വോൾട്ട് പൊട്ടൻഷ്യൽ. എന്തിനു വേണ്ടിയിട്ടാ? കാരണം ആ മൂന്നെണ്ണത്തിൻ്റെ ക്രോസുള്ള പൊട്ടൻഷ്യലുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടണം? നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഹിയർ വി കൺസിഡറിങ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഓർ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എത്രയാണ്? V ആണ്. ഓക്കെ, ഇനി ഈച്ച് റെസിസ്റ്റേഴ്സിനെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യലുകൾ എന്താണ്? V1, V2 ആൻഡ് V3. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് വരും? V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ബട്ട് ഫ്രം ഓംസ് ലോയിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് V is equal to I into R. V is equal to I into R. അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ Vക്ക് I into R തന്നെ കൊടുക്കണം. ബട്ട് V1 എന്ന് വരും, V1
V1 എന്ന് പറഞ്ഞാൽ R1നെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ V1 എന്തായിരിക്കും വരിക? I into R1. എന്തുകൊണ്ടാണ് ഐക്ക് I1 എന്ന് കൊടുക്കാതിരിക്കാനുള്ള കാരണം? കാരണം കറണ്ട് സെയിം ആണ്. സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് എന്താണ്? സെയിം ആണ്. അപ്പോൾ V1 ഈക്വൽ ടു IR1. സിമിലർലി V2 ഈക്വൽ ടു IR2. അതുപോലെ തന്നെ P3 ഈക്വൽ ടു എന്ത് എഴുതാം? IR3. എന്തുകൊണ്ടാണ് ഐക്ക് നമ്മൾ വേറെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാതിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ I സെയിം ആണ്, അതിനുള്ള വാല്യൂ സെയിം. ഓക്കെ, അപ്പോൾ പിക്ക് പകരം IR, V1ന് പകരം IR1, V2ന് പകരം IR2, V3ക്ക് പകരം IR3. ഇതൊക്കെ അവിടെ നമ്മൾ എടുത്തത് ഓംസ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വിക്കും V1നും V2നും V3നും വാല്യൂസ് ആ മുകളിലത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? IR ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. സ്ക്രീനിൽ കാണും IR1 പ്ലസ് IR2 പ്ലസ് IR3. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഐകളെല്ലാം നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞു, ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞു. അത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഐയുമായിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്തു. And we get R equal to R1 plus R2 plus R3. പക്ഷെ അത് സീരീസ് കോമ്പിനേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആറിന് സഫിക്സ് ആയിട്ട് എസ് കൊടുത്തത്. RS. That is equivalent resistance in series combination. Equivalent resistance in series combination. Equivalent resistance in series combination. RS equal to R1 plus R2 plus R3. R1 plus R2 plus R3. എന്താണ്? ഇൻ സീരീസ് കോമ്പിനേഷൻ. അടുത്ത പോയിന്റ് ആണ് ശരിക്കും. ഇൻ സീരീസ് കോമ്പിനേഷൻ ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് റെസിസ്റ്റൻസസ് ഇൻ ദാറ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻ ദാറ്റ് കോമ്പിനേഷൻ. സം ഓഫ് റെസിസ്റ്റൻസ്. വെറുതെ സം എടുക്കുക. സം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൂടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്തൊക്കെ സീരീസ് കോമ്പിനേഷനിൽ ഒരു 4 പോയിന്റ്സ് നമ്മൾ ആലോചിക്കുക. ഏതൊക്കെ പോയിന്റ്സ് ആണ്? ഫസ്റ്റ്, എങ്ങനെയുള്ള കണക്ഷനാണ്? എന്ത് കണക്ഷനാണ്? എൻഡ് ടു എൻഡ് കണക്ഷനാണ്. പിന്നെ വോൾട്ടേജിനും കറണ്ടിനും എന്ത് സംഭവിക്കുന്നു? വോൾട്ടേജിനും കറണ്ട് എന്ത് സംഭവിക്കുന്നത്? V ഡിഫറൻറ്റും I സെയിം ആണ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇക്വാലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇക്വാലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, ഇനി വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ്? ഇറ്റ് ബിക്കം മാക്സിമം. ഇൻ സീരീസ് കോമ്പിനേഷൻ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ബിക്കം മാക്സിമം. അപ്പോൾ റെസിസ്റ്റൻസുകളുടെ കോമ്പിനേഷനിൽ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്യണം? സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്താൽ മതി. സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാക്സിമം റെസിസ്റ്റൻസ് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സീരീസ് കോമ്പിനേഷൻ. ഇത് നമ്മൾ നെക്സ്റ്റ് കിടക്കാൻ പോകുന്നത് റെസിസ്റ്റൻസുകളിൽ തന്നെ അടുത്തൊരു കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷൻ. എന്താണ് പാരലൽ കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ എന്താണ് പാരലൽ കോമ്പിനേഷൻ? ഇതുപോലെ 4 പോയിന്റ്സ് നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. പാരലൽ കോമ്പിനേഷൻ, റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. അതെങ്ങനെയാണ്? അപ്പോൾ ഫിഗർ കാണാൻ സർക്യൂട്ട് ഡയഗ്രാം കാണാം അല്ലേ? നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിരിക്കുന്ന അതേ ആളുകളൊക്കെ തന്നെയാണ്. ആരൊക്കെയാണ്? R1, R2, R3. 3 റെസിസ്റ്റൻസുകൾ എടുത്തേക്കാണ്, റെസിസ്റ്ററുകൾ എടുത്തേക്കാണ് അല്ലേ? അവരുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് ആണ് R1, R2, R3. അവരെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? R1നെയും R2നെയും R3നെയും അങ്ങനെ വെച്ചിട്ട് അവരുടെ എൻഡുകളെ തമ്മിൽ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടിപ്പിരിച്ചു. അടുത്ത എൻഡുകൾ, രണ്ടാമത്തെ എൻഡുകൾ, എല്ലാ റെസിസ്റ്റൻസുകളും രണ്ടാമത്തെ എൻഡുകളും തമ്മിൽ കൂട്ടിപ്പിരിച്ചു. എന്നിട്ട് ഒരൊറ്റ 2 കോമൺ പോയിന്റുകളിലേക്കാണ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് പവർ സപ്ലൈ ചെയ്യുന്നത്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നുള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്യണം. അപ്പം എങ്ങനെയാണ്? റെസിസ്റ്റൻസുകളുടെ എൻഡുകൾ കണക്റ്റഡ് ടുഗദർ. അങ്ങനെ കണക്റ്റഡ് ടുഗദർ ആണെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? അതാണ് പാരലൽ കോമ്പിനേഷൻ. റെസിസ്റ്റൻസുകൾ R1, R2, R3 ഇങ്ങനെ പാരലലായിട്ട് വെച്ചിട്ട് അവരുടെ 2 എൻഡുകൾ തമ്മിൽ അങ്ങോട്ട് കൂട്ടിപ്പിരിച്ചുകൊണ്ട് പിരിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ. ഈ പാരലൽ കോമ്പിനേഷൻ്റെ അടുത്ത പ്രത്യേകത എന്താ? സർക്യൂട്ടൊക്കെ നേരത്തെ സർക്യൂട്ട് തന്നെ കേട്ടോ. അതായത് നമ്മളുടെ എക്സും വൈ എന്നുള്ള പോയിന്റ്സ് ഉണ്ട്. എക്സും വൈ എന്നുള്ള പോയിന്റുകളിൽ വൈ എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ അമീറ്ററിലേക്ക്, അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു, അമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് കീയിലേക്ക് കൊടുത്തു. കീ നമുക്ക് സർക്യൂട്ടിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, കോമൺ ആയിരിക്കണം. അപ്പോൾ പ്ലസ്സിലേക്ക്
വൈ എന്നുള്ള പോയിന്റിൽ നിന്ന് അമീറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു, അമീറ്ററിന്റെ നെഗറ്റീവിൽ നിന്ന് കീയിലെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തു, കീയുടെ അടുത്ത ടെർമിനലിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുത്തു, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് അഗെയിൻ നമ്മൾ എവിടെ എത്തിച്ചു, എക്സിൽ എത്തിച്ചു. എക്സിനും വൈക്കും എക്രോസ് നമ്മൾ ആരെ കണക്ട് ചെയ്തു, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാക്ട് ഓപ്പോസിറ്റ് കേസസ് ആണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ പാരലൽ കോമ്പിനേഷൻ നടക്കുന്നത്. അപ്പോൾ പാരലൽ കോമ്പിനേഷനിലെ കണക്ഷൻ ഒക്കെയാണെന്ന് വിചാരിക്കുന്നു, കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അതിലുള്ള വിക്കും വൈക്കും ഇത് സംഭവിക്കും. വിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സെയിം ആയിരിക്കും. 3 റെസിസ്റ്ററുകൾക്ക് ക്രോസുള്ള വി സെയിം ആയിരിക്കും. നേരത്തെ എന്തായിരിക്കും വി ഡിഫറൻ്റ് ആയിരുന്നു. ഇപ്പം എന്താ വി സെയിം, ബട്ട് ഐ ഇവിടെ എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും. R1 R2 R3 across R1 R2 R3 the potentials are same, but across R1 R2 and R3 currents are different. ബിക്കോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കറണ്ട്സ് എപ്പോഴാണ് ഡിഫറെൻ്റ് ആവണം ആ സർക്യൂട്ടിൽ വെൻ ബ്രാഞ്ചസ് ആർ ഒക്കേഴ്സ് ഇൻ എ സർക്യൂട്ട് ദ കറണ്ട് വിൽ സ്പ്ലിറ്റ്. മനസ്സിലാവുന്നല്ലോ, കറണ്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറണ്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ആ റെസിസ്റ്ററുകളുടെ വാല്യൂസിനനുസരിച്ചാണ് എന്ത് സംഭവിക്കുക, ഈ പറയുന്ന കറണ്ടുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. പക്ഷേ പ്രത്യേകത എന്താണ്, ആ 3 റെസിസ്റ്ററുകൾക്ക് അക്രോസ് ഉള്ള കറണ്ടുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ കറണ്ട് കിട്ടും. ആ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് കിട്ടും. ടോട്ടൽ കറണ്ട്, ലെറ്റ് us consider the total current in that circuit is I എന്ന് വിചാരിക്കുക. I1, I2, I3 are the currents flowing across R1, R2 and R3 respectively. അങ്ങനെ വിചാരിക്കുക. I is the total current, I1, I2 and I3 are the respective current flow across R1, R2 and R3. Clear ആയില്ലേ? അങ്ങനെയാണെങ്കിൽ in such a way that the total current in that parallel circuit I is equal to I1 plus I2 plus I3. That is total current in parallel circuit or parallel combination of resistors is equal to the sum of individual currents in that circuits. അല്ലെങ്കിൽ the sum of currents across each resistors. അതാണ് പാരലൽ. നേരത്തെ നമുക്ക് V equal to V1 plus V2 plus V3 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ I equal to I1 plus I2 plus I3. ക്ലിയർ അല്ലേ? ഇനി ഐക്കും I1നും I2നും I3ക്കും ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓംസ് ലോ തന്നെ V is equal to IR എന്നല്ലേ. സോ ഫ്രം ഓംസ് ലോ I equal to എന്ത് വരും, V by R എന്ന് വരും. സോ ഇൻസ്റ്റെഡ് ഓഫ് I നമ്മൾ എന്ത് കൊടുക്കുന്നു, V by R എന്ന് കൊടുക്കുന്നു, V by R. ഇതുപോലെ തന്നെ നമ്മൾ I1ന് പകരം എന്ത് കൊടുക്കും, V by R1, നോട്ട് V1 by R1. V1 by R1 എന്ന് കൊടുക്കരുത്, കാരണം V സെയിം ആണ്. അപ്പോൾ I1 equal to V by R1, I2 equal to V by R2, I3 equal to V by R3. V സെയിം ആണ് കേട്ടോ, V സെയിം. അപ്പോൾ I equal to V by R, I1 equal to V by R1, I2 equal to V by R2 and I3 equal to V by R3. ഇതൊക്കെ കൂടി നമ്മളൊരു സംഭവമാണ്. സംഭവം കിട്ടും I equal to I1 plus I2 plus I3 എന്നുള്ള ഇക്വേഷനിൽ ഐക്കും I1നും I2നും I3ക്കും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്തൊരു V by R equal to V by R1 plus V by R2 plus V by R3. റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിൽ എടുക്കുന്ന ടേമുകൾ V ആണ്, അവരൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വിയുമായിട്ട് എന്ത് ചെയ്യും, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററുമായിട്ട് കട്ട് ചെയ്യും. ബാക്കി നമുക്ക് എന്ത് വരും, 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. അത് പാരലൽ കോമ്പിനേഷൻ കൊണ്ട് 1 by RP എന്ന് എഴുതിയിട്ടുണ്ട്. 1 by RP. എന്താ P ഡിനോട്ടാണ് പാരലൽ. 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. നേരത്തെ എന്തായാലും സീരീസിൽ R1 plus R2 plus R3 ഡയറക്റ്റ് സമ്മാണ്. പക്ഷെ ഇവിടെ റെസിപ്രോക്കലുകളുടെ സമ്മാണ്. ഏത് സമ്മായിരിക്കും കൂടെ, ഡയറക്റ്റ് സമ്മാണോ റെസിപ്രോക്കലുകളുടെ സമ്മാണോ? ഒബ്വിയസ്ലി ഡയറക്റ്റ് സമ്മാണ്. അപ്പോൾ ഇത് റെസിപ്രോക്കലുകളുടെ സമ്മാണ്. റെസിപ്രോക്കലുകളുടെ സമ്മ കുറവാണ്. അതുകൊണ്ട് പാരലൽ കോമ്പിനേഷൻ നമുക്കൊരു കാര്യം പറയാം. പാരലൽ കോമ്പിനേഷൻ എന്ന് പറയാം, റെസിസ്റ്റൻസ് കുറവായിരിക്കും, ഇക്വാലന്റ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. അതായത് ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ ബി മിനിമം ആയിരിക്കും. അപ്പോൾ കുറേ റെസിസ്റ്ററുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് പറയാം, കുറേ റെസിസ്റ്ററുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം റെസിസ്റ്റൻസ്, ഇക്വാലന്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അവരെങ്ങനെ കണക്ട് ചെയ്താൽ മതി, നമ്മൾ പാരലൽ കോമ്പിനേഷൻ കണക്ട് ചെയ്താൽ മതി.
ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ R1 വരെ 2 ohm യൂണിറ്റ് ഒക്കെ അറിയാലോ, 2 ohm, R2 പകരം 3 ohm, R3ക്ക് പകരം 4 ohm എടുത്തിരിക്കുക, 2, 3, 4, R1, R2, R3യുടെ വാല്യൂസ് ആയിട്ട് എടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ ഈ റെസിസ്റ്റൻസുകളിൽ ഏറ്റവും കുറവ് വാല്യൂ ഏതാണ്? 2 ആണ് അല്ലേ? അതിനേക്കാളും കുറവായിരിക്കും ഇക്വാലന്റ് റെസിസ്റ്റൻസ് കിട്ടുക പാരലൽ കോമ്പിനേഷൻ കേട്ടോ. പാരലൽ കോമ്പിനേഷനിൽ ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഏത് വാല്യൂ ആണോ അതിനേക്കാൾ താഴ്ന്ന വാല്യൂ ആയിരിക്കും ഇക്വാലന്റ് റെസിസ്റ്റൻസ്. സോ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ മിനിമം. അപ്പോൾ നമുക്കൊരു ഡിഫറൻസ് പോലെ സീരീസ് പാരലൽ നമുക്ക് പറഞ്ഞിരിക്കാം. എന്താണ് സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത? എൻഡ് ടു എൻഡ് കണക്ഷൻ. പാരലൽ എന്താണ്? എൻഡ്സ് ആർ കണക്റ്റഡ് ടുഗദർ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, സീരീസിൽ വി ഡിഫറൻറ്റ് ബട്ട് ഐ സെയിം, ബട്ട് ഇൻ പാരലൽ വി എന്തായിരിക്കും? വി സെയിം ബട്ട് ഐ ഡിഫറൻറ്റ്. ഇക്വാലന്റ് റെസിസ്റ്റൻസ് R is equal to R1 plus R2 plus R3. Parallel 1/Rp is equal to 1/R1 plus 1/R2 plus 1/R3. ഇനി സീരീസിൽ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടും, ഇക്വാലന്റ് റെസിസ്റ്റൻസ് മാക്സിമം കിട്ടും, പാരലൽ മിനിമം റെസിസ്റ്റൻസ്. ഓക്കെ. നമ്മുടെ ഹോം സർക്യൂട്ടൊക്കെ പാരലൽ കോമ്പിനേഷനാണ്. ഹോം സർക്യൂട്ടൊക്കെ പാരലൽ കോമ്പിനേഷനാണ്. എല്ലാവർക്കും തുല്യ വോൾട്ടേജ് കിട്ടുന്നില്ല, പക്ഷെ എല്ലാവർക്കും ഒരേ കറണ്ട് ആയിരിക്കില്ല. ഓക്കെ അല്ലേ? അപ്പോൾ കോമ്പിനേഷനുകളെ കുറിച്ച് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചാപ്റ്ററുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം. എനിവേ താങ്ക് യു.